യുവനടിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ നടൻ സിദ്ദിഖിന് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്ന് രാവിലെ 10:15 ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. അടിസ്ഥാനമില്ലാത്തതും നിലനിൽക്കാത്തതുമാണ് നടിയുടെ പരാതി എന്നായിരുന്നു സിദ്ദിഖിന്റെ പ്രധാന വാദം. ശ്യാം ദേവരാജ് നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ് ചേരുന്നു തത്സമയം. ശ്യാം ദേവരാജ്, വെരി ഗുഡ് മോർണിംഗ്. ഈ നടൻ സിദ്ദിഖ് ഈ സംഭവം നടന്ന മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സിദ്ദിഖിനോടൊപ്പം ആ പെൺകുട്ടിയും ആ സ്ഥലത്തെത്തി എന്നുള്ളതും ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സിനിമയുടെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രഥമദൃഷ്ടിയ സാഹചര്യ തെളിവുകളെല്ലാം സിദ്ദിഖിനെതിരാണ്. പക്ഷേ ഈ സംഭവം നടന്നോ ഇല്ലയോ ഇതൊന്നും നമുക്കറിയില്ല. ഇത് ഈ കുട്ടിയുടെ വാദം മാത്രമാണ്. അടിസ്ഥാനമില്ലാത്തതെന്നാണ് സിദ്ദിഖ് പറയുന്നത്. ജാമ്യാപേക്ഷയിൽ എപ്പോഴേക്കായിരിക്കും വിധി വരിക? സിദ്ദിഖിനെ ആശ്വസിക്കാവുന്ന വിധിയാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. രാവിലെ 10:15 കോടതി നടപടികൾ ആരംഭിക്കുന്നത്. ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വളരെ വിശദമായ വാദം കേട്ടതും ഓണത്തിന് മുൻപാണ് ആ വാദം പൂർത്തിയായത്. അതിനുശേഷം ഓണാവധിക്ക് ശേഷം വിധി പറയാൻ വേണ്ടി മാറ്റുകയുമായിരുന്നു. അതാണ് ഇന്ന് വീണ്ടും പരിഗണനയ്ക്ക് വരുന്നത്. രാവിലെ 10:15 കോടതി നടപടികൾ, ഹൈക്കോടതിയുടെ നടപടികൾ ആരംഭിക്കുന്നത്. നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഈ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയും. ഒന്നാമത്തേത്, ഈ സിദ്ദീഖ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2012 ഈ സംഭവം നടന്നു എന്ന് പരാതിക്കാരി ആരോപിക്കുന്നത്. ഇതിൽ പരാതിക്കാരിയുടെ ആരോപണങ്ങളിൽ വ്യക്തതയില്ല. മാത്രമല്ല ഇതിൽ കൃത്യമായ തെളിവുകളുമില്ല. ബലാത്സംഗം ചെയ്തുവെന്ന് പറയുന്ന ആ ആക്ഷേപം തന്നെ തെറ്റാണ്. സൂക്ഷ്മമായി മെനഞ്ഞെടുത്ത കഥയാണ് പരാതിക്കാരി തയ്യാറാക്കിയത്. അതാണ് മജിസ്ട്രേറ്റിനും പോലീസിനും ഒക്കെ നൽകിയ മൊഴി എന്നതടക്കമുള്ള വാദമാണ് നടൻ സിദ്ദീഖ് ഉയർത്തിയത്. നടൻ സിദ്ദീഖിനെതിരെ ഈ മ്യൂസിയം പോലീസാണ്, തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ബലാത്സംഗ കേസ് ചുമത്തിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376 വകുപ്പ് അനുസരിച്ചാണ് ആ കുറ്റം ചുമത്തുന്നത്. കാരണം ഈ പുതിയ നിയമം നിലവിൽ വരുന്നതിന് മുൻപാണ് ഈ കുറ്റകൃത്യം നടന്നതെന്നാണ് പരാതിക്കാരിയുടെ പരാതി. 2012 സംഭവം. മസ്കറ്റ് ഹോട്ടലിൽ വെച്ചായിരുന്നു സംഭവം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതും അത് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തത്. ഇന്ന് സിദ്ദീഖിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിത് പ്രവചനാതീതമാണ്. കാരണം കോടതിയുടെ പരിഗണനയിലൊരു വിഷയമാണ്. കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്നത്. നമുക്ക് 2.5 മണിക്കൂർ കൂടി കാത്തിരുന്നാൽ മതിയല്ലോ.